നരകം നിങ്ങൾക്ക് മേൽ ഇടുത്തിയായി പെയ്യാൻ ഇനി 48 മണിക്കൂർ മാത്രം. ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വന്നിട്ട് 48 മണിക്കൂറും പിന്നിട്ട് 90 മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ഒരു ചുക്കും ചെയ്യാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. ഇറാന് മേൽ കുതിര കയറിയപ്പോൾ ഹോർമൂസ് വഴി തിരിച്ചടി കിട്ടുമെന്ന് ട്രംപ് വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയായിരുന്നു. ഇതോടെ അമേരിക്കയിലടക്കം വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടത്. ഇതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്ക് തിങ്കളാഴ്ചക്കുള്ളിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനിൽ സർവനാശം സംഭവിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത്. തിങ്കളും കഴിഞ്ഞ് ചൊവ്വയും പിന്നിടുമ്പോൾ ഇറാൻ ഇപ്പോഴും അചഞ്ചലമായി നിലകൊള്ളുന്നുണ്ട്. ഇറാനുമായുള്ള കരാറിനോ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനോ 10 ദിവസത്തെ സമയം നൽകിയത് ഓർക്കുക. സമയം അതിക്രമിക്കുന്നു. നരകം അവർക്കുമേൽ പെയ്യാൻ ഇനി 48 മണിക്കൂർ മാത്രം. ദൈവത്തിന് മഹത്വം. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച വരികളാണ് മുകളിൽ സൂചിപ്പിച്ചത്. നേരത്തെ മാർച്ച് 27 വരെയായിരുന്നു ഹോർമൂസ് തുറക്കാൻ നൽകിയിരുന്ന സമയപരിമിതി. പിന്നീട് 10 ദിവസം കൂടി നീട്ടി ഏപ്രിൽ 6 വരെയാക്കിയിരുന്നു. ഈ സമയപരിമിതിയാണ് തിങ്കളാഴ്ച അവസാനിക്കുന്നത്. എന്നാൽ ഈ ഭീഷണികളൊന്നും വിലപ്പോവില്ലെന്ന് പറയുന്ന ഇറാൻ ഇപ്പോൾ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അമേരിക്ക നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് US സൈനികരെ ലക്ഷ്യമിട്ട് ഇറാൻ വൻ ആക്രമണം നടത്തിയത്. കുവൈത്തിലെ ബുബിയാൻ ദ്വീപിലുള്ള US സൈനിക താവളത്തിന് നേരെയാണ് ഇന്ന് വൻതോതിൽ മിസൈൽ ആക്രമണം നടന്നത്. ഇറാന്റെ അതിർത്തിയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ മേഖലയാണ് കുവൈത്തിലെ ബുബിയാൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പൈലറ്റിനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനായി ദ്വീപിലെ താവളം US സൈന്യം ഉപയോഗിച്ചതായി സൂചനയുണ്ട്. അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്കൻ സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇറാൻ സൈനിക വക്താവ് അവകാശപ്പെടുന്നു. കുവൈത്തിലെ ഏറ്റവും വലിയ തീരദേശ ദ്വീപായ ബുബിയാനിലെ US സൈനികരുടെ സാറ്റലൈറ്റ് ഉപകരണങ്ങളും വെടിക്കോപ്പുകളും ലക്ഷ്യം വെച്ചാണ് ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചത്. കുവൈത്തിലെ പ്രധാന US താവളമായ അരിഫ്ജാൻ ക്യാമ്പിന് നേരെ ഇറാൻ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അവിടെ നിന്ന് ജീവൻ രക്ഷിക്കാൻ ബുബിയാൻ ദ്വീപിലേക്ക് താവളം മാറ്റിയ സൈനികരെ പിന്തുടർന്നാണ് ഇറാൻ ഇപ്പോഴും കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഡ്രോൺ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇബ്രാഹിം ദുൽ ഫുഖാരി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായി കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇറാൻ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുകയാണ്. ഈ മാസം ആദ്യം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ മുന്നോട്ട് തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇറാൻ. സിറിയയെയും ലബനനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന അതിർത്തിയായ മസ്ന ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള ഈ പ്രദേശം ആയുധക്കടത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് ഇസ്രായേലിന്റെ ആരോപണം. കുവൈറ്റിലെ എണ്ണ മന്ത്രാലയവും KPC ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന ഷുവൈഖ് ഓയിൽ സെക്ടറിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 48 മണിക്കൂറല്ല 480 മണിക്കൂർ തന്നാലും ഹോർമൂസ് തങ്ങളുടെ അധീനതയിൽ നിന്ന് മാറ്റുവാനുള്ള ആയുധങ്ങളൊന്നും അമേരിക്കയുടെ പക്കലില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അമേരിക്കയുടെ പ്രതികരണം എന്താകുമെന്ന് ആകാംക്ഷയിലാണ് ലോകം നിൽക്കുന്നത്.